കത്തോലിക്ക സഭയുടെ കർദിനാൾമാർ അദ്ദേഹത്തെ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചു. അദ്ദേഹം വളരെ പരിഷ്കരണവാദിയാണ്, അതോടൊപ്പം തന്നെ യാഥാസ്ഥിതികനാണ്. സഭയെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അല്ലെങ്കിൽ സഭയുടെ കലുഷിതമായ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സഭയെ ചേർത്ത് പിടിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടായിരുന്നു കർദിനാൾമാർ അദ്ദേഹത്തെ രണ്ടാമതായും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അർജന്റീനയിലെ എന്നുള്ള കർദിനാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് മാരിയോ ബെർഗോഗ്ലിയ എന്നാണ്. ജോർജ് മാരിയോ ബെർഗോളിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര്. അല്ലെങ്കിൽ കർദിനാൾ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് മാരിയോ ബെർഗോളിയ എന്നായിരുന്നു. അദ്ദേഹം പോപ്പ് ഫ്രാൻസിസ് എന്ന പേരിൽ അദ്ദേഹം പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പേര് തിരഞ്ഞെടുക്കുകയായിരുന്നു. കഴിഞ്ഞ 13 വർഷമായി അദ്ദേഹം കത്തോലിക്ക സഭയെ നയിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് അദ്ദേഹം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മാർപ്പാപ്പമാരിൽ ഏറ്റവും ഉന്നതനും അതോടൊപ്പം തന്നെ പരിഷ്കരണവാദിയുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കത്തോലിക്ക സഭ യാഥാസ്ഥിതികമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന കത്തോലിക്ക സഭയിലേക്ക് ഒരു പരിഷ്കരണവാദം അല്ലെങ്കിൽ പരിഷ്കരണവാദത്തിന് യാതൊരു ഇടവുമില്ലാത്ത കത്തോലിക്ക സഭയിലേക്ക് തൻ്റേതായ ശൈലിയിലൂടെ പരിഷ്കരണം കൊണ്ടുവന്ന ഒരാൾ എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുക. അദ്ദേഹത്തെ നമുക്ക് ഇങ്ങനെ വിശേഷിക്കാം, സഭയ്ക്കകത്തേക്ക് ടോർച്ച് അടിച്ചയാൾ എന്നാണ് അദ്ദേഹത്തെ വിശേഷിക്കപ്പെടുന്നത്. കാരണം സഭയ്ക്കകത്തേക്കുള്ള ഇരുട്ടിലേക്ക് അദ്ദേഹം ടോർച്ച് അടിക്കുകയും ആ ചെറിയ വെളിച്ചത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മറ്റ് മാർപ്പാപ്പമാരിൽ അദ്ദേഹം വ്യത്യസ്തനായിരുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം അദ്ദേഹം ആലംബഹീനരെയും അതോടൊപ്പം തന്നെ ദരിദ്രരെയും ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. അദ്ദേഹത്തിൻ്റെ പേപ്പസിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ആർക്ക് വേണ്ടിയാണോ ചെലവഴിച്ചത്? ദരിദ്രർക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. അതുപോലെ ട്രാൻസ്ജെൻഡർമാർക്കും വിവാഹമോചിതർക്കും വേണ്ടിയല്ല അദ്ദേഹം സ്വന്തമായ ഒരു നിലപാടെടുത്തു. സഭയിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായി, പക്ഷേ അതൊന്നും അദ്ദേഹം കണക്കിലെടുത്തില്ല. വത്തിക്കാനെ നവീകരിക്കുന്നതിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചു. വത്തിക്കാൻ ബാങ്കിലെ അഴിമതിക്കെതിരെ അദ്ദേഹം പോരാടി. വലിയ തോതിലുള്ള അഴിച്ചുപണി അദ്ദേഹം നടത്തി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം, സഭയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയിൽ വലിയ കോളിളക്കമൊന്നും അദ്ദേഹം ഉണ്ടാക്കിയില്ല. അല്ലെങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ നിർധനരെയും ആലംബഹീനരെയും എല്ലാം ചേർത്ത് പിടിച്ചു എന്നതിലുപരിയായി അദ്ദേഹം സഭ ആരെയൊക്കെയാണോ കാലങ്ങളായി അകറ്റി നിർത്തി 2000 വർഷത്തിലധികം പാരമ്പര്യമുള്ള സഭയുടെ ചരിത്രത്തിൽ സഭ ആരെയൊക്കെയാണോ മാറ്റി നിർത്തിയിരുന്നത് അവരെയെല്ലാം ചേർത്ത് പിടിക്കാൻ ഈ പോപ്പ് ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേപ്പസിയും അല്ലെങ്കിൽ അദ്ദേഹം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മാർപ്പാപ്പയായി മാറും എന്നുള്ള കാര്യം തർക്കമില്ല. മറ്റ് മാർപ്പാപ്പമാർ ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ നമ്മൾ പരിശോധിക്കുകയാണ്. അദ്ദേഹം ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ലോകമെമ്പാടും അദ്ദേഹം യാത്ര ചെയ്തു. പക്ഷേ അദ്ദേഹം സഭയ്ക്കകത്ത് ഒരു മാറ്റത്തിന് അദ്ദേഹം തയ്യാറായില്ല. പിന്നീട് വന്ന ജോസഫ് റാറ്റ്സിംഗർ അല്ലെങ്കിൽ ബെനഡിക്ട് 16 അദ്ദേഹം വളരെ യാഥാസ്ഥിതികനായിരുന്നു. സഭയ്ക്കകത്ത് അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് തയ്യാറായില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സഭയിൽ നിന്ന് ആരെയൊക്കെയാണോ സഭ മാറ്റി നിർത്താൻ ശ്രമിച്ചത് ആ സഭയെ കൂടി അത്തരക്കാരെയെല്ലാം ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്. സഭയുടെ ഇരുട്ടിലേക്ക് ടോർച്ചടിക്കുകയും സഭയുടെ പോരായ്മകളെ സ്വയം തിരിച്ചറിയുകയും എല്ലാം ചെയ്തു എന്നുള്ളതാണ് ഈ പോപ്പിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഈ പോപ്പ് അറിയപ്പെടുക. ആരെയെല്ലാം അദ്ദേഹം ചേർത്ത് പിടിച്ചു, ആരെയൊക്കെയാണ് അദ്ദേഹം ചേർത്ത് പിടിച്ചത്? കത്തോലിക്ക സഭയ്ക്ക് അതിൻ്റെ നിർണായകമായ ചില തീരുമാനങ്ങൾ കുറഞ്ഞത് 5-6 കാര്യങ്ങളിൽ അദ്ദേഹം കത്തോലിക്ക സഭയ്ക്ക് ഒരു വിട്ടുവീഴ്ച നടത്താൻ കഴിയില്ല. അങ്ങനെ ആ സഭയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. ഇപ്പോൾ സഭയെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സഭയെക്കുറിച്ചുള്ള ഈ കത്തോലിക്ക സഭയെക്കുറിച്ച് ഏറ്റവും അന്വർത്ഥമായ പ്രയോഗം എന്ന് പറയുന്നത് ലോർഡ് മെക്കാളെ പ്രഭുവിൻ്റെ വലിയൊരു പ്രവചനാൽ സ്വഭാവമുള്ള ഒരു പരാമർശമാണ് കത്തോലിക്ക സഭയെക്കുറിച്ച് നമുക്ക് എടുത്തു പറയാവുന്നത്. എല്ലാത്തിനും മാറ്റമുണ്ടായേക്കാം, പക്ഷേ സഭയ്ക്ക് മാത്രം മാറ്റമുണ്ടാവില്ല എന്നാണ് ഈ ലോർഡ് മെക്കാളെ ഈ കത്തോലിക്ക സഭയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനൊരു മാറ്റം വരുത്തിയ ആളാണ് ഈ പോപ്പ് ഫ്രാൻസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ 13 വർഷത്തിനിടയിൽ അദ്ദേഹം എന്താണ് ചെയ്തത്? ആദ്യമായി അദ്ദേഹം ചെയ്തത് ജയിൽ സന്ദർശിക്കുക, ജയിൽ പുള്ളികളുടെ കാല് കഴുകുക, അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ കാല് കഴുകുക, അതുപോലെ ട്രാൻസ്ജെൻഡർമാരെയും സഭ മാറ്റി നിർത്തി സഭയ്ക്ക് അകത്തേക്ക് ഒരു തരത്തിലുള്ള തുറവിയും ഇല്ലാതിരുന്ന ഈ മനുഷ്യരെ എല്ലാം തന്നെ അദ്ദേഹം ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയെക്കുറിച്ച് യൂറോപ്യൻ നാടുകളിലും അതോടൊപ്പം ഏഷ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യരുടെ ഒരു അകൽച്ച, സഭയോടുള്ള ഒരു അകൽച്ച മാറി. അദ്ദേഹം ആരെയൊക്കെ ചേർത്ത് പിടിച്ചു? സഭ ഒരിക്കലും വിവാഹമോചനത്തിന് അനുകൂലിച്ചിരുന്നില്ല. കാരണം സഭയുടെ പ്രധാനപ്പെട്ട കാതലായ ഒരു തത്വം തന്നെ ദൈവം കൂട്ടിച്ചേർത്തതിനെ മോചിപ്പിക്കാൻ സഭയ്ക്കാവില്ല, അല്ലെങ്കിൽ മനുഷ്യർക്കാവില്ല എന്നുള്ളതായിരുന്നു ഈ കത്തോലിക്ക സഭയുടെ ഒരു പ്രധാനപ്പെട്ട ആപ്തവാക്യം. പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം അതിൽ നിന്ന് മാറ്റം കണ്ടു. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം വിവാഹമോചിതരെയും അതുപോലെ തന്നെ അദ്ദേഹം വിവാഹമോചിതർക്ക് കുർബാന കൊടുക്കാൻ തയ്യാറായി. കാരണം വിവാഹമോചിതർക്ക് കുർബാന നൽകാൻ
സഭ തയ്യാറായിരുന്നില്ല. വിവാഹമോചിതർക്ക് അദ്ദേഹം കുർബാന കൊടുക്കാൻ തയ്യാറായി. അതോടൊപ്പം തന്നെ